എന്താ പറയുക, കുറേ നേരത്തെ ടാസ്ക് ആയിരുന്നു. ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് ഏകദേശം കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ. 3 പെട്ടികളൊക്കെ ആയിട്ടുണ്ട്. ഒരു ക്യാബിൻ ബാഗ്, 2 ചെക്ക്ഡ് ബാഗൊക്കെ ഉണ്ട്. പിന്നെ അത് കുറച്ച് ഫൈനലി അറേഞ്ച് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റാണോ എന്ന്. നമ്മൾ സ്റ്റേ ചെയ്യാൻ എടുത്തിട്ടുള്ള റൂം കളമശ്ശേരി തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇത് ഓഫറിന് കിട്ടിയതാണ്. വാർഡ്രോബ് ഒക്കെ ഉണ്ട്. അങ്ങനെ അറൗണ്ട് ഒരു 1:40 ആയപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങി. സാധനങ്ങളെല്ലാം എടുത്തിറങ്ങി. ആൻഡ് എനിക്ക് 6:05 പുലർച്ചെയാണ് ഇറങ്ങിയുടെ ഫ്ലൈറ്റാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്കറിയാമല്ലോ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആകുമ്പോൾ 3 hours മുമ്പ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. സോ ഒരു 2:30-3 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്താം എന്നുള്ള രീതിയിലാണ് പോയത്. ആൻഡ് ഓൺ ദ വേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കയറുന്ന ഒരു ടൈമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെൻറ്റും ചെറിയ രീതിയിലുള്ള ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായി തീരുന്നൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ആൻഡ് കൊച്ചി ടു ഡൽഹി ആയിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നേരെ ടെർമിനൽ 1 പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൊമസ്റ്റിക് ടെർമിനലിലാണ്. ആൻഡ് ഡൽഹി ടു ഫ്രാങ്ക്ഫർട്ടാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. ആൻഡ് എന്താണ് ഇത്, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ പോകുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വൈകാതെ നിങ്ങൾ എൻ്റെ വരുന്ന വീഡിയോസിലൊക്കെ അറിയുണ്ടാവും. ആൻഡ് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ രീതിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ എത്തി. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവൾ വന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു. ആൻഡ് നമ്മൾ എന്താണ് അവിടെ കുറച്ച് ട്രോളീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫോൺ ഇടയ്ക്കൊന്ന് താഴത്തേക്കൊന്ന് പോയി. അപ്പോൾ അതാണ് വീഡിയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല. ആൻഡ് ഞാൻ വെറുതെ ബോറടിച്ചപ്പം അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് 3 പെട്ടീസൊക്കെ റെഡിയാണ്. 2 ചെക്ക്ഡ് ബാഗും ഒരു ക്യാബിൻ ബാഗും. ആൻഡ് ബാഗേജ് ലെവൻസ് എനിക്ക് ഉണ്ടായിരുന്നത് 7 kg ഒരു ക്യാബിൻ ബാഗ്, പിന്നെ 2 ചെക്ക്ഡ് ബാഗും 23 kg 2 പീസ് വെച്ചിട്ടായിരുന്നു. ബട്ട് ഞാൻ എക്സസ് ബാഗേജ് എടുത്തു. ഒരെണ്ണം 32 kg ആക്കി. കാര്യം അല്ലെങ്കിൽ എല്ലാം ഒന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എക്സ്ട്രാ എനിക്കൊരു ലാപ്ടോപ്പ് ഒരു ഹാൻഡ് ബാഗ് കൂടെ എടുക്കായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ഹാൻഡ് ബാഗാണ് എടുത്തത്. ലാപ്ടോപ്പൊക്കെ ഞാൻ ക്യാബിനിൽ തന്നെ ഞാൻ ഫിക്സ് ആക്കി വെച്ചു. ആൻഡ് ഇത് ഞാൻ ലാസ്റ്റ് പോകുമ്പോൾ ജസ്റ്റ് വെറുതെ ചുമ്മാ ഒരു ബൈറ്റ് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കൊണ്ടൊക്കെ എൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് എടുത്തതാണ്. ആൻഡ് ചുമ്മാ ഇങ്ങനെ വെറുതെ എടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. ആൻഡ് ഇത് ഞാൻ ഒറിജിനലി ഫൈനലി പോകാൻ നേരത്തുള്ളൊരു വീഡിയോ ആണ്. അത് ഫ്രണ്ട്സ് ആരൊക്കെയോ ചേർന്ന് എടുത്തതാണ്. പിന്നീടാണ് എനിക്ക് വീഡിയോ ഒക്കെ കിട്ടിയത്. അപ്പം ആൻഡ് എന്താണ് നമുക്ക് ലഗേജൊക്കെ ആയിട്ട് പോകണം. മുമ്പ് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത്. ആൻഡ് അവളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ പ്രൊസീജിയേഴ്സാണ്. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് പാസ്പോർട്ട്, എയർ ടിക്കറ്റൊക്കെ കാണിച്ച് കയറുക. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോയുടെ കൂടെ പറഞ്ഞു പോയി എന്ന് മാത്രം. ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ആവുമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാണ്. ആൻഡ് നമ്മളവിടെ എൻ്റെ പാസ്പോർട്ട് ആൻഡ് എയർ ടിക്കറ്റൊക്കെ കാണിച്ചു. അപ്പോൾ പുള്ളി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഏതാന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു. ആൻഡ് ആ ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ഇങ്ങനെ അകത്ത് കയറി. പിന്നെ എന്താണ് നമ്മുടെ ബാഗേജ് നോക്കുന്ന വെയിറ്റൊക്കെ നോക്കി പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ കുറച്ച് നേരം ഒരു കൗണ്ടറിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഫൈനലി ഫ്ലൈറ്റ് കയറി. ഒരു 5:30 ഒക്കെ ആയപ്പോൾ ഫ്ലൈറ്റിൽ കയറി. ഈ ഒരു വ്യൂ ആയിരുന്നു ടേക്ക് ഓഫ് ചെയ്തപ്പോൾ കണ്ടത്. ഇറ്റ് വാസ് നൈസ്. നല്ലൊരു ടൈം തന്നെയാണെന്ന് പറയാം. ലൈക്ക് ആ ഒരു ടൈമിൻ്റെ നല്ല മഴയൊക്കെ ആയിരുന്നു. എന്തായാലും വിൻഡോ സീറ്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിവേ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ്. പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആദ്യമായിട്ടാണ്. ആൻഡ് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലൈ ഓവർ വന്നത്. അറൗണ്ട് ഒരു 4 hours ആയിരുന്നു ലൈ ഓവർ ടൈം ഉണ്ടായിരുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടു ഇൻ്റർനാഷണൽ ടെർമിനലൊക്കെ തപ്പിപ്പിടിച്ചൊക്കെ. എൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റിൽ കയറി. ഇത് ഫ്ലൈറ്റിൽ കയറി പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണിത്. ആൻഡ് ഫൈനലി നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയിട്ടുണ്ട്. സക്സസ്ഫുള്ളി എത്തി. പിന്നെ കുറേ ടൈം എടുത്തു ബാഗേജൊക്കെ കളക്ട് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ട്രെയിനിൽ കയറി. ഇത് ട്രെയിനിനുള്ളിലെ വീഡിയോ ആണ്. അത് പിന്നെ കുറേ കോമഡിയാണ്. റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയതൊക്കെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറേ പെട്ടികളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു അവസ്ഥയായിരുന്നു. ലൈക്ക് എനിക്കിപ്പോൾ തോന്നി കൊറിയർ അയപ്പിക്കുന്നതായിരുന്നു ഇതിലും ബെറ്റർ. ഇത്രയും വെയിറ്റ് ആദ്യമായിട്ട് എടുത്തു വരുന്ന കുറച്ച് ടാസ്ക് ആയിരുന്നു. ആൻഡ് ഫൈനലി ഇത് നമ്മൾ ആഹനിലെത്തിയിട്ടുണ്ട്. ആഹനിലെത്തി. ആൻഡ് ടാറ്റാ ബൈ ബൈ.